Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനോട് 3 ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും ചോദ്യങ്ങൾ ഉന്നയിച്ചത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന CPM നേതാക്കളുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് ന്യൂനപക്ഷ വർഗീയ വോട്ടുകൊണ്ടാണെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം M വിജയരാഘവന്റെ അഭിപ്രായം അംഗീകരിക്കുന്നുവോ? മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രമാക്കി അവഹേളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിമുഖം പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ? ഈ 3 ചോദ്യങ്ങളാണ് ഉയർത്തിയത്. ഞങ്ങൾക്ക് 3 സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന CPMന്റെ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നിലപാടിനോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് യോജിപ്പുണ്ടോ? മലപ്പുറം ജില്ലയെ മോശമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ നൽകിയ അഭിമുഖം തള്ളിപ്പറയാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ? ഈ 3 ചോദ്യവും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയണം എന്ന അഭ്യർത്ഥനയാണ് ആമുഖമായി എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. KC വേണുഗോപാലിനെതിരെ തരം താണ പരാമർശമാണ് മന്ത്രി റിയാസ് നടത്തിയത്. കേന്ദ്രത്തിൽ BJP സർക്കാരിന്റെയും കേരളത്തിൽ ഇടതു സർക്കാരിന്റെയും കാലം തന്നെയാണ് KC വേണുഗോപാൽ. ദേശീയപാത തകർച്ചയിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ ആവേശത്തോടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ന്യായീകരിക്കുന്നത്. കേരളത്തിന്റെ യുവരാജാവാണെന്ന തലക്കനത്തിൽ നിന്നും റിയാസ് താഴെയിറങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഹൈവേ വികസനത്തിൽ റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്ത് റോളാണുള്ളതെന്ന് വ്യക്തമാക്കണം. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ റവന്യൂ വകുപ്പിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 35 ലക്ഷം ചെലവിട്ട് റീൽസ് എടുത്ത് തള്ളിമറിക്കുകയാണ് റിയാസ് എന്നും കുറ്റപ്പെടുത്തി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾക്കെതിരായി കേന്ദ്ര സർക്കാരിന്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കുമെതിരായിട്ട് ശ്രീ KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ബാധ മുഹമ്മദ് റിയാസിന്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസ് എന്തിനായി തുള്ളുന്നത്? അപ്പോ ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ KC വേണുഗോപാൽ ഇരിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി സുപ്രീം കോടതി ജഡ്ജിയൊന്നുമല്ല എന്നാണ്. അത് ശ്രീ KC വേണുഗോപാൽ ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ശ്രീ KC വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജിയല്ല, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. മാത്രമല്ല ഇന്ന് വർത്തമാന കാലത്ത് സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാന വാക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല. ഈ KC വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജി അല്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത് അങ്ങ് കേരളത്തിന്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരത്തിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണം. തലയിൽ തപ്പി നോക്കിയ കിരീടമൊന്നും ഒടിരിപ്പില്ല. അങ്ങേ ഈ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെയും ചുമതലകൾ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങിപ്പോ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ആ തള്ളല് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ റോഡിലുണ്ടാകുന്ന വിള്ളലിനെ പറ്റി അങ്ങയോട് ചോദിക്കുമ്പോൾ ഈ കലിപൂണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായ ചോദ്യം, ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ്? മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ കോപ്പിയടിച്ചാണ് ജയിച്ചതെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. CPM നേതാക്കൾ തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്നും ഇരുവരും വ്യക്തമാക്കി. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ SSLCക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ റദ്ദ് ചെയ്തുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ അത് കോപ്പിയടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ M സ്വരാജിന്റെ നിലപാട്? ശ്രീ M സ്വരാജിന് VSുമായിട്ട് പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ. അത് VS തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു VSന്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക PR അഭിമുഖം, ഏതൊരു അഭിമുഖമല്ല, ഒരു PR അഭിമുഖത്തിൽ
മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ എം സ്വരാജിന്റെ നിലപാട്? ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ. വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ എം സ്വരാജ് മറുപടി പറയട്ടെ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.